വൈസാനട്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നാടൻ വിഭവങ്ങളിൽ ഒരിക്കലും ഒഴിച്ചുകൂടാൻ പറ്റാത്ത വളരെ ടേസ്റ്റി ആയിട്ടുള്ള വിഭവമാണ് ചെമ്മീൻ മാങ്ങാക്കറി. ചെമ്മീൻ മാങ്ങാക്കറിയാണ് നമ്മൾ ഇന്നിവിടെ ഉണ്ടാക്കുന്നത്. അതിന് വേണ്ട സാധനങ്ങൾ: 1 കപ്പ് ഉണക്ക ചെമ്മീൻ, ചെറിയ മുരിങ്ങാക്കോല് 2 എണ്ണം, ഏകദേശം ഈ ഒരു വലുപ്പത്തിൽ കട്ട് ചെയ്തെടുത്തത്, മീഡിയം സൈസുള്ള മാങ്ങ, പച്ചമാങ്ങ. ഇത് ഉപയോഗിച്ചിരിക്കുന്നത് പുളി കുറവുള്ള മാങ്ങയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. നിങ്ങൾ ഉപയോഗിക്കുന്നത് നല്ല പുളിയുള്ള നമ്മുടെ നാടൻ മാങ്ങകളാണെങ്കിൽ അതിനനുസരിച്ചിട്ട് അളവ് കുറയ്ക്കണം. 1 കപ്പ് തേങ്ങ ചിരവിയത്, 6 ചെറിയ ഉള്ളി ചെറുതായി അരിഞ്ഞത്. ഈ 6 ചെറിയ ഉള്ളിയിൽ 4 ചെറിയ ഉള്ളി തേങ്ങയുടെ കൂടെ അരയ്ക്കുവാനും 2 ചെറിയ ഉള്ളി കടുക് മൂപ്പിക്കുന്ന സമയത്ത് ചേർക്കാനുള്ളതാണ്. ചെറുതായി അരിഞ്ഞെടുത്തത്, 2 പച്ചമുളക് നീളത്തിൽ കീറിയത്, 3 വെളുത്തുള്ളി അല്ലി, 5 ഉണക്കമുളക്, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 തണ്ട് കറിവേപ്പില, 1/2 ടീസ്പൂൺ കടുക്, 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ. വെളിച്ചെണ്ണയാണ് ഈ കറിക്ക് വളരെ ടേസ്റ്റ് ഉണ്ടാവുക. അതല്ല വെളിച്ചെണ്ണ സ്വാദ് ഇഷ്ടമല്ലെങ്കിൽ സാധാ വെജിറ്റബിൾ ഓയിൽ ഏതാണെങ്കിലും ഉപയോഗിക്കാം. 1/2 ടീസ്പൂൺ ഉപ്പ്. നിങ്ങൾ ഉപയോഗിക്കുന്ന മാങ്ങയുടെ പുളിയും അതേപോലെ ഉണക്ക ചെമ്മീനിൽ അടങ്ങിയിരിക്കുന്ന ഉപ്പും അനുസരിച്ചിട്ട് ഉപ്പ് ചിലപ്പോൾ അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും. പക്ഷേ 1/2 ടീസ്പൂൺ ഉപ്പ് ഒരു ഡീസൻ്റ് ആയിട്ടുള്ള ഉപ്പിൻ്റെ അളവാണ്. 1/2 ടീസ്പൂൺ ഉപ്പ് മതിയാവും. അതല്ല നിങ്ങൾക്ക് പുളി കൂടുതലാണെങ്കിൽ അവസാനം അതിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. പിന്നെ വേണ്ടത് 2 കപ്പ് വെള്ളമാണ്. ചെമ്മീൻ നന്നായി കഴുകി വൃത്തിയാക്കി 15 മിനിറ്റോളം വെള്ളത്തിൽ കുതിർത്തിടണം. ഇത് കുതിർത്ത് വെച്ച ചെമ്മീനാണ്. ആദ്യം മിക്സിയുടെ അരയ്ക്കുന്ന ജാറിലേക്ക് 1 കപ്പ് തേങ്ങ ചിരവിയത്, 5 ഉണക്കമുളക്, 3 അല്ലി വെളുത്തുള്ളി, 4 ചെറിയുള്ളി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇതിലേക്ക് 1/4 കപ്പ് വെള്ളം കൂടി ചേർത്ത് നന്നായിട്ട് പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കാം. ഒരു ചട്ടി അടുപ്പത്തേക്ക് വെച്ച് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണ ചൂടായി കഴിയുമ്പോൾ നമ്മൾ നേരത്തെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള ഉണക്ക ചെമ്മീൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായി ഒന്ന് വറുത്തെടുക്കണം. ചട്ടി ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് ചെമ്മീൻ ഇട്ട് കൊടുക്കാം. ചെമ്മീൻ ഇട്ട് കൊടുത്ത് ഇതിലെ വെള്ളം വറ്റുന്നത് വരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഹൈ ഫ്ലെയിമിലാണ് വെച്ചിരിക്കുന്നത്. ഉണക്കമീനിലെ വെള്ളം എല്ലാം വറ്റിയിട്ടുണ്ട്. ഇനി ഫ്ലെയിം മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ട് ഒരു 3 മിനിറ്റ് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. 3 മിനിറ്റ് ശേഷം നമുക്കിത് ഓഫ് ചെയ്യാം. ഇങ്ങനെ ചെമ്മീൻ നന്നായിട്ടൊന്ന് വറുത്തെടുക്കുമ്പോൾ അതിൻ്റെ പച്ച മണം എല്ലാം പോയി കറിക്ക് കുറച്ചുകൂടി സ്വാദ് കിട്ടും. അതിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെ വറുത്തെടുക്കുന്നത്. ഇപ്പം 3 മിനിറ്റ് ഈ ഉണക്ക ചെമ്മീൻ അടുപ്പത്തിരുന്ന് കുക്കായിട്ടുണ്ട്. ഇത് അടുപ്പത്ത് നിന്ന് മാറ്റി വയ്ക്കാം. ഒരു കുക്കർ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. കുക്കർ അടുപ്പത്ത് വെച്ച് അതിലേക്ക് നേരത്തെ എടുത്തു വെച്ചിട്ടുള്ള മാങ്ങ ചെറുതായി അരിഞ്ഞത്, അതിലേക്ക് 2 മുരിങ്ങാക്കോല് ഈ വലുപ്പത്തിന് കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുന്നുണ്ട്. 2 പച്ചമുളകും നീളത്തിൽ അരിഞ്ഞത് ഇട്ട് കൊടുക്കുന്നുണ്ട്. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുകയാണ്. ഇതിലേക്ക് 2 കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. തേങ്ങ അരച്ചതെല്ലാം ചേർത്തതിന് ശേഷം കറി നല്ല തിക്കാണെങ്കിൽ 1 കപ്പ് വെള്ളം കൂടി ചേർത്ത് വയ്ക്കാം. ഫ്ലെയിം ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ടുണ്ട്. ഈ സമയത്ത് ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുകയാണ്. മുരിങ്ങാക്കോല് നന്നായിട്ട് വെന്ത് വരുന്നത് വരെ ഫ്ലെയിം ഹൈ ഫ്ലെയിമിൽ വെച്ച് ഇതൊന്ന് തിളപ്പിച്ചെടുക്കാം. വെള്ളം നന്നായിട്ട് തിളച്ചു തുടങ്ങിയിട്ടുണ്ട്.
ഈ സമയത്ത് ഫ്ലെയിം മീഡിയം ടു ഹൈ ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ട് കുക്കർ അടച്ചു വെക്കുന്നുണ്ട്. കുക്കർ അടച്ചു വെച്ച് ഒരു വിസിൽ വരുന്നതുവരെ വെയിറ്റ് ചെയ്യുക. മുരിങ്ങാക്കോലും മാങ്ങയെല്ലാം നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇതിലേക്ക് നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ഉണക്ക ചെമ്മീൻ ചേർത്ത് കൊടുക്കാം. ചെമ്മീൻ ചേർത്ത് നന്നായി ഇളക്കിയ ശേഷം മീഡിയം ഫ്ലെയിമിൽ 7 മിനിറ്റ് കുക്ക് ചെയ്തെടുക്കാം. 7 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ വെച്ച് ചെമ്മീൻ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഈ സമയത്ത് ഇതിലേക്ക് നമ്മൾ നേരത്തെ അരച്ചു വെച്ചിട്ടുള്ള തേങ്ങ ചേർത്ത് കൊടുക്കാം. നന്നായി ഇളക്കിയതിന് ശേഷം അതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. നന്നായി ഇളക്കി യോജിപ്പിച്ച് ഫ്ലെയിം ലോ ഫ്ലെയിമിലേക്ക് വെച്ച് 5 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോഴേക്കും ആ തേങ്ങയുടെയും പൊടികളുടെയും പച്ചമണമെല്ലാം ഒന്ന് പോയി കിട്ടും. ഈ സമയത്ത് കറിക്ക് തിക്നെസ് കൂടുതലാണെങ്കിൽ 1 കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. ഞാൻ ഇവിടെ 1 കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നന്നായി തിളച്ച ശേഷം ഫ്ലെയിം ലോ ഫ്ലെയിമിലേക്ക് മാറ്റി 5 മിനിറ്റ് വെയിറ്റ് ചെയ്യാം. 5 മിനിറ്റ് ലോ ഫ്ലെയിമിൽ നമ്മൾ കുക്ക് ചെയ്തെടുത്തതാണിത്. ഇതിപ്പോൾ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് അടുപ്പത്ത് നിന്ന് മാറ്റാം. അതിനുശേഷം കടുക് പൊട്ടിച്ച് ചേർക്കാം. കടുക് പൊട്ടിക്കാനായിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണ നന്നായി ചൂടായ ശേഷം അതിലേക്ക് 1/2 ടീസ്പൂൺ കടുക് പൊട്ടിക്കഴിഞ്ഞ അതിലേക്ക് 1 തണ്ട് കറിവേപ്പില, അതിനുശേഷം 2 ചെറിയ ഉള്ളി ചെറുതായി അരിഞ്ഞെടുത്തത്, ചെറുള്ളി നന്നായിട്ട് ബ്രൗൺ കളർ ആവുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. ചെറുള്ളി നന്നായി മൂത്തിട്ടുണ്ട്. ഇതിനി കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. കറിയിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക. കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഉണക്ക ചെമ്മീൻ മുരിങ്ങാക്കോൽ മാങ്ങാ കറി വളരെ എളുപ്പത്തിൽ തയ്യാറായിട്ടുണ്ട്. വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ സുഹൃത്തുക്കൾക്കും കുടുംബക്കാർക്കും എല്ലാം അയച്ചു കൊടുക്കുക. അതേപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതേപോലെ മറ്റൊരു വിഭവമായി വരുന്നത് വരേക്കും എല്ലാവർക്കും ബൈ.